വനിതാ സംവരണ ബില്ലിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ബോളിവുഡ് നടിയും ബി.ജെ.പി. എംപിയുമായ കങ്കണ റണാവത്ത്. ഫെമിനിസത്തിന്റെ പാദവാഹകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് അവർ പറഞ്ഞു. മോദിയേക്കാൾ വലിയ ഫെമിനിസ്റ്റ് ഇല്ലെന്നും അവർ ലോക്സഭയിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയത്തെ പിന്തുണച്ച കങ്കണ അത് ഭരണഘടനാപരമായ ആവശ്യകതയാണെന്നും പ്രതികരിച്ചു. ഇന്ത്യയിലെ സ്ത്രീകളിൽ അദ്ദേഹം അർപ്പിച്ച വിശ്വാസത്തിന് തങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വനിതാ സംവരണ ബില്ലുൾപ്പെടെ ചർച്ച ചെയ്ത പ്രത്യേക സമ്മേളനത്തിനിടെയാണ് കങ്കണ ലോക്സഭയെ അഭിസംബോധന ചെയ്തത്. അതേസമയം മണ്ഡല പുനർനിർണയത്തെ കങ്കണ പിന്തുണയ്ക്കുകയും ചെയ്തു. മണ്ഡല പുനർനിർണയത്തെ ഭരണഘടനാപരമായ ആവശ്യകതയെന്ന് വിശേഷിപ്പിച്ച കങ്കണ ഡീലിമിറ്റേഷൻ പ്രക്രിയ പ്രധാനപ്പെട്ടതും അനിവാര്യമായതുമാണെന്നും കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം എന്നത് സാമൂഹികമായ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാകണമെന്ന് കങ്കണ പറഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മോദി ഭ്രൂണഹത്യക്കെതിരെ നിലപാടെടുത്തെന്നും വിഷയത്തിൽ അവബോധം വളർത്തുന്നതിനായി നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നതായും കങ്കണ ചൂണ്ടിക്കാട്ടി. ബിൽ തിരക്കിട്ട് അവതരിപ്പിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനും അവർ മറുപടി നൽകി. ഇന്ത്യൻ സ്ത്രീകൾക്ക് നീതി നൽകാൻ പ്രധാനമന്ത്രി മോദി തിരക്ക് കൂട്ടുകയാണെന്നാണ് കങ്കണ പറഞ്ഞത്. ഇന്ത്യയുടെ പുത്രിമാർ ഇന്ന് വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രിയേക്കാൾ വലിയൊരു ഫെമിനിസ്റ്റ് വേറെ ഇല്ലെന്നാണെന്നും സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ നീക്കത്തെ പിന്തുണച്ചുകൊണ്ട് കങ്കണ പറഞ്ഞു. സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് വലിയ ധൃതിയുണ്ടെന്നും അതുകൊണ്ടാണ് ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പരിഷ്കാരങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. സർക്കാർ നടപടികളുടെ വേഗതയെ പ്രതിരോധിച്ചുകൊണ്ട് കങ്കണ റണാവത്ത് സംസാരിച്ചു. കഴിഞ്ഞ 60 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ വെറും 10 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. അത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതായാലും ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതായാലും സൈന്യത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുന്നതായാലും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചു. സ്ത്രീകൾക്ക് നീതി നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നും കങ്കണ പറഞ്ഞു. വനിതാ സംവരണം നടപ്പിലാക്കാൻ ദശാബ്ദങ്ങളോളം വൈകിപ്പിച്ചതിന് കോൺഗ്രസിനെ കങ്കണ രൂക്ഷമായി വിമർശിച്ചു. സോണിയാഗാന്ധിയുടെ പരാമർശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ചോദിച്ചു: ഈ ബിൽ കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് എന്തിനാണ് ഇത്ര ധൃതി എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഇത് 30 വർഷം കൂടി തൂക്കിയിടണം. ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നിർബന്ധമാക്കുന്ന ബില്ലിന്മേൽ തർക്കം തുടരുന്നതിനിടയിലായിരുന്നു കങ്കണയുടെ ഈ കടന്നാക്രമണം. സംസ്ഥാന നിയമസഭകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണെന്ന കാര്യവും കങ്കണ ചൂണ്ടിക്കാട്ടി. തന്റെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ ഉദാഹരണമാണ് അവർ ഇതിനായി നിരത്തിയത്. ഹിമാചൽ പ്രദേശിൽ 68 MLA-മാരാണുള്ളത്. അതിലൊരാൾ മാത്രമാണ് സ്ത്രീ. മറ്റു സംസ്ഥാനങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം 89% മാത്രമാണ്. ഇത്തരം ഘടനാപരമായ മാറ്റങ്ങൾ അത്യാവശ്യമാണെന്ന് അവർ വാദിച്ചു. ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയ ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നിയമ ഭേദഗതി ബില്ലും സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും വനിതാ സംവരണം ബാധകമാക്കുന്നതിനാണ് ഈ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. മണ്ഡല പുനർനിർണയവുമായി സംവരണം ബന്ധിപ്പിച്ചതിനെ പ്രതിപക്ഷം എതിർക്കുമ്പോൾ ഇത് ചരിത്രപരമായ നീക്കമാണെന്നാണ് ബി.ജെ.പിയുടെ പക്ഷം. ചരിത്രപരമായ ചുവടുവെപ്പാണ് വനിതാ സംവരണത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നും അമ്മമാർക്കും സഹോദരിമാർക്കും നൽകുന്ന ഈ ബഹുമാനം രാജ്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നായിരുന്നു പ്രധാനമന്ത്രി പാർലമെന്റിലെ ചർച്ചയ്ക്ക് മുന്നോടിയായി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. ലോക്സഭകളിലും നിയമസഭകളിലും വനിതാ സംവരണം നടപ്പാക്കുന്നത് വൈകിപ്പിച്ചുകൂടെന്നും ക്രെഡിറ്റ് പ്രതിപക്ഷം എടുത്താലും ബിൽ പാസ്സാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിലെ കാലതാമസം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 ആയിരുന്നത് 816 വർദ്ധിപ്പിക്കാനാണ് നീക്കം. അധികമായുള്ള 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരും വർഷങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വനിതാ സംവരണം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2023 സെപ്റ്റംബറിലാണ് വനിതാ സംവരണത്തിനുള്ള 106ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. അടുത്ത സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണത്തിൽ വനിതാ സീറ്റുകൾ തീരുമാനിക്കുമെന്നാണ് ഭേദഗതിയിലെ വ്യവസ്ഥ. വിവിധ കാരണങ്ങളാൽ വൈകിപ്പോയ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇതിനെ എതിർക്കുന്നവരോട് രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റെയിൽവേയും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല, നയരൂപവൽക്കരണത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ പൂർണ്ണമായ വികസിത് ഭാരതം സാധ്യമാകൂ. രാജ്യത്തെ പകുതി വരുന്ന ജനസംഖ്യയെ ഭരണപ്രക്രിയയുടെ ഭാഗമാക്കുന്ന ഇന്ത്യയുടെ ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ പകുതി ജനസംഖ്യ വരുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള ഈ സുപ്രധാന രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എംപിമാർ ഒത്തുചേരണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.